ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 30-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. മതി. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കൊച്ചു സെന്റൻസ്, അറിയായ്മയുടെ കാലം ദൈവം എന്ത് ചെയ്യത്തില്ല, കണക്കിടുന്നില്ല. പക്ഷെ അറിഞ്ഞു കഴിയുന്നാലോ കഷ്ടം. അറിഞ്ഞ് അതിൻ പ്രകാരം ജീവിച്ചില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇടപെടും. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ ആ തെറ്റ് നമ്മൾ ബോധം വരുത്തി വീണ്ടും ആ തെറ്റ് ആ കുഞ്ഞുങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ ആദ്യം നമ്മളൊന്ന് ശാസിച്ചെന്നിരിക്കാം, പിന്നത്തേതിലൊരു വാണിംഗ് കൊടുത്തെന്നിരിക്കാം, പിന്നത്തേതിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടിക്കും, വടിയെടുക്കും, ശിക്ഷിക്കും. ചെയ്യാറുള്ളതാണോ? അപ്പം നമ്മുടെ ദൈവവും അങ്ങനെ തന്നെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ചെയ്യും. ശിക്ഷ നമുക്ക് ഇഷ്ടമാണോ? ഇല്ല. അടി നമുക്ക് ഇഷ്ടമാണോ? ഇല്ല. അടി കൊള്ളാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇങ്ങനെ അടി കൊണ്ട ചിലരെക്കുറിച്ച് ഇന്ന് പകലിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. എൻ്റെ മുമ്പിൽ പലരുണ്ട്. അതിൽ ഒന്നോ രണ്ടോ വ്യക്തികളെ എടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനകളോടെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുന്നതെങ്കിൽ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അറിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു. അറിഞ്ഞിട്ട് വീണ്ടും പാപം ചെയ്തു. ആ തെറ്റിനെക്കുറിച്ച് ചിലർ ബോധം വരുത്തിയിട്ടും പാപം എന്ത് ചെയ്തു. അവിടെയാ കേട്ടോ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് അമ്മ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞ്, നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് ആമേ സ്വർഗത്തിലെ ദൈവത്തിന് സന്തോഷം ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? നോക്കി ഒന്ന് ഉണർന്നിരിക്കും. അപ്പോൾ തന്നെ അതൊരു അനുഗ്രഹവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉണർന്നിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധയോടുകൂടിയിരിക്കണം. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ ഇവിടെ വായിക്കുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യത്തില്ല, അത് ലക്ഷ്യമാക്കത്തില്ല കർത്താവ്. പക്ഷെ അറിഞ്ഞു കഴിയുന്നാലോ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ ചെയ്യേണ്ട ചില പ്രവർത്തികളുണ്ട്, ചെയ്യരുതാത്ത ചില പ്രവർത്തികളുണ്ട്. ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞതും ചെയ്യരുത് എന്ന പ്രമാണങ്ങളിൽ കാണുന്നതും നാം ചെയ്യുമ്പോൾ ചിലത് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മൾ വീണ്ടും അത് ചെയ്ത് നരകത്തിൽ വീണു പോകാതിരിക്കേണ്ടതിനായി സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന സമഗ്രമായൊരു പദ്ധതിയാണ്. എന്നിട്ടും നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ ദൈവം പിന്നെ എന്ത് ചെയ്യത്തില്ല, ശിക്ഷിക്കത്തില്ലെന്നാണ് തിരുവെഴുത്തിൽ പറയുന്നത്. നമുക്ക് അങ്ങനെയാ കാണാൻ കഴിയുന്നത്. ഇന്ന് പല വീടുകളിലും കുരുത്തം കെട്ട തലമുറകളുണ്ട്. അവരെ കഴിയുന്ന രീതിയിൽ ശിക്ഷിച്ചു നോക്കിയതാ. ചില പോലീസുകാർ പോലും പറയുന്നുണ്ട് അവനെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, അതുകൊണ്ട് അവനെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാറില്ല, തല്ലാറില്ല. ചില വീട്ടിലെ മാതാപിതാക്കൾ പറയാറുണ്ട് അവനെ എന്തു ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇപ്പം പോകുന്ന പോലെ പോയിക്കോട്ടെന്ന് കരുതി വിട്ടുകൊടുത്തിരിക്കുക. ഞാനിനി അവനെ എന്ത് ചെയ്യത്തില്ല, തല്ലത്തില്ല, ശിക്ഷിക്കത്തില്ല, ശാസിക്കത്തില്ല, പോകുന്ന പോലെ പോട്ടെ. ഇങ്ങനെ ഒരു അനുഭവം വിശുദ്ധ വേദ പുസ്തകത്തിൽ ദൈവം പറയുന്നുണ്ട്. ഇനി ഞാൻ അവരെ എന്ത് ചെയ്യത്തില്ല, അടിക്കത്തില്ല, ഇനി ഞാൻ അവരെ തല്ലത്തില്ല. അടിച്ചപ്പോൾ അവർ മുഖമല്ല തിരിച്ചത് പുറമെത്ര, അതുകൊണ്ട് ഞാൻ ഇനി അവരെ അടിക്കത്തില്ല. അപ്പോൾ അറിഞ്ഞ് കഴിഞ്ഞ ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ട അറിവിൻ്റെതായ ചില തലങ്ങളുണ്ട്. അറിഞ്ഞിട്ടും തെറ്റ് ചെയ്ത് പോകുന്നവനെ തൊടുന്ന ചില വിധങ്ങളുമുണ്ട്. ചിലപ്പോൾ തൊടുന്നത് ചെയ്തവനെ ആയിരിക്കത്തില്ല,
ചെയ്യുന്നവനെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നവനെ ആയിരിക്കും ദൈവം തൊടുന്നത്. ചില ആളുകളുണ്ട്, നാം ചെയ്ത സ്തോത്രം തെറ്റിന് എനിക്കത് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, പക്ഷെ നിനക്ക് നിന്റെ ഹൃദയം വേദനിക്കുന്ന നിലകളിലായിരിക്കും ദൈവം തൊടുന്നത്. നിന്റെ ഹൃദയം വേദനിക്കുന്ന നിലകളിലായിരിക്കും. അബ്രഹാമിനോട് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ചിന്തിച്ചു. അബ്രഹാമിനോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അബ്രഹാമേ നിന്നെ ഞാൻ എടുക്കാൻ പോകുക, സന്തോഷം എന്ന് പറയും. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ തന്നെ എനിക്ക് തരണം. അവിടെയാണ് ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ചില അവസ്ഥകൾ. നീ സ്നേഹിക്കുന്ന ഏതിനെയാണ് അതിനെ എനിക്ക് തരണം. ആമേൻ സ്തോത്രം. അവിടെ നമ്മളൊന്ന് പതറും. ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് എന്ന് പറയുന്ന രാജാവായിരിക്കുന്ന മനുഷ്യനോട് ആമേൻ സ്തോത്രം ആമേൻ ഒരു പ്രവാചകൻ വന്ന് വിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട് അവിടെ. ആ പ്രവാചകൻ പറയുന്നത്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു. ആ പ്രവാചകനെ ആരയച്ചിരിക്കുക? യഹോവയായ ദൈവം അയച്ചിരിക്കുക. ദാവീദിന്റെ അടുക്കൽ കടന്നു ചെല്ലണം, നീ അവനോട് പറയണം, 3 കാര്യം നിനക്ക് തരാം, ആ കാര്യത്തിൽ ഏതെങ്കിലും നിന്റെ ജീവിതത്തിൽ വരും. ആ കാര്യം നമുക്കൊന്ന് വായിക്കാം. നീ ചെന്ന ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, അതിലൊന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്നീ പ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ. ഒന്നാമത്തെ കാര്യം, ആമേൻ സ്തോത്രം, യഹോവയായ ദൈവം ഗാദ് എന്ന് പറയുന്ന പ്രവാചകനോട് പറഞ്ഞു, നീ ആമേൻ രാജാവായിരിക്കുന്ന ദാവീദിന്റെ അടുക്കൽ കടന്നു എന്ന് 3 കാര്യം പറയണം. ഒന്ന്, ആമേൻ സ്തോത്രം, നിന്റെ ദേശത്ത് 7 സംവത്സരം ക്ഷാമം ഉണ്ടാകുകയോ. രണ്ടാമത്തത്, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുകയോ. 3, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ. എന്ത് വേണം? എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ഇത് 3-ൽ ഏതെങ്കിലും ഒരു കാര്യം നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? 3 കാര്യം ദോഷകാര്യമാണ്. രാജാവിനും പ്രജകൾക്കും ദോഷം വരുന്ന 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിന്റെ ജീവിതത്തിലും വരും. ദാവീദേ, മാറ്റം വരുത്താൻ പറ്റത്തില്ല, മാറിപ്പോകത്തില്ല. ഗാദ് പ്രവാചകൻ വന്ന് പറയുകയാണ്, 3 കാര്യത്തിൽ ഏതെങ്കിലും നിനക്കൊന്ന് തിരഞ്ഞെടുക്കാം, പക്ഷെ ഈ 3-ലും ഏതെങ്കിലും ഒന്ന് വരും. ഇവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ, ഞാൻ ദൈവത്തോട് തെറ്റ് ചെയ്തു പോയി, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു പോയി, എന്നോട് ഇത് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത ഉത്തരമാണിത്. 3 കാര്യം വെക്കുന്നു, ഏതെങ്കിലും ഒന്ന്. 3 ഓപ്ഷൻ. ഇന്നത്തെ നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ 3 ഓപ്ഷൻ. ഏതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. വരും, വരാതിരിക്കുകയില്ല. ഇതിലൊന്ന് നിന്നെ പിന്തുടരും. ദാവീദ് മാറിപ്പോകത്തില്ല. ആമേൻ. 10-ാം വാക്യത്തിലേക്കൊന്ന് വരാം. 10-ാം വാക്യത്തിലേക്കൊന്ന് വരാം. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം, എന്നാൽ യഹോവേ അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ഓ സ്തോത്രം. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി, എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ നിന്റെ മുമ്പിൽ ഭോഷത്വം ചെയ്തു പോയി, ആമേൻ, കരുണയുണ്ടാകണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, തൻ്റെ ഒരു പ്രവാചകനെ അയച്ചു. ഗാദ് എന്ന് പറയുന്ന പ്രവാചകനെ ദാവീദിന്റെ മുമ്പിൽ അയച്ചിട്ട് പറഞ്ഞു, 3 ഓപ്ഷൻ നിനക്ക് മുമ്പാകെ വെക്കുകയാ. 3 കാര്യം. ആമേൻ സ്തോത്രം. നീ എന്ത് ചെയ്യണം? ആമേൻ, ഇതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണം. 3-ൽ ആമേൻ സ്തോത്രം 1 നിന്റെ ജീവിതത്തിൽ വരും. ആമേൻ സ്തോത്രം. നിനക്കറിവുണ്ടായിട്ട് ചെയ്ത തെറ്റാണ്, നിനക്കറിവുണ്ടായിട്ട് നീ ചെയ്ത പാപമാണ്,
നീ അറിവില്ലാത്തവനല്ല, ഒരിക്കലല്ല നിനക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത്. പല തവണ നിനക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്നെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നവനാണ്. എന്നിട്ടും നീ പിന്നെയും തെറ്റ് ചെയ്യുവാൻ നിന്റെ ഹൃദയം വെച്ചുകൊടുത്തത് നിമിത്തം ദാവീദേ, ഇതിൽ നിന്ന് നീ തെറ്റി ഒഴിയത്തില്ല. 3 ഓപ്ഷനിൽ ഒന്ന് വരും. ആരോടോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ്. തെറ്റാണെന്ന് പൂർണ്ണ അളവിൽ നിനക്ക് മനസ്സിലായിട്ടും തെറ്റിൽ നിന്ന് വ്യതിചലിക്കാതെ വണ്ണം തെറ്റിൽ തന്നെ തുടരുന്ന നിന്നെ നോക്കി എന്റെ ശബ്ദത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ തെറ്റി ഒഴിയാതെ വണ്ണം 3-1 നിന്നെ തുടരുമെന്ന് ആത്മാവ് തെളിവായി വിളിച്ചു പറയുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നീ വിധേയപ്പെട്ടാൽ, ഇന്ന് ദൈവസന്നിധിയിൽ നീ വിധേയപ്പെട്ടാൽ, വചനം പറയുന്നു, ലംഘനം മറച്ചു വെക്കുന്നവന് സ്തോത്രം. ഏത് പുസ്തകത്തിലാ? സങ്കീർത്തനത്തിൽ തപ്പിക്കുന്ന എനിക്ക് കിട്ടുന്നല്ല. സദൃശവാക്യം. ആമേൻ, സ്തോത്രം. വായിച്ചോ സദൃശവാക്യം. എത്ര അധ്യായത്തിലാ? 28-ലാണോ? 13-ാം വാക്യമാണോ? ആമേൻ, സ്തോത്രം. സദൃശവാക്യം 28-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണോ? ആണ്. വായിച്ചോ. തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല. തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എത്ര ശുഭം വരുത്തുവാൻ വേണ്ടി നിന്നെ കൊണ്ടാവുന്ന രീതിയിൽ 40, 45, 50, 55 ഒക്കെ പോയെന്നാലും ശുഭത കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ശുഭത കാണണമെങ്കിൽ സ്വന്തം നീ നിന്റെ ലംഘനങ്ങളെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഒന്ന് നിരത്തി വെക്കണം. മറച്ചു വെക്കണമെന്നല്ല, നിരത്തി വെക്കണം. ഹല്ലേലൂയ. ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറയാനായിട്ട് പലരും തയ്യാറാണ്, പക്ഷെ ഉപേക്ഷിക്കാൻ പലരും തയ്യാറല്ല. ഏറ്റുപറയുകയും ചെയ്യണം, ഇനി അത് ചെയ്യാതിരിക്കാൻ നീ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യണം. കരുതരുത്, ദോഷം വരും. അപ്പൊ ഇവിടെ വരുന്നത് വലിയ സംഭവമാ പ്രിയ മക്കളെ. നിങ്ങൾ പലതവണ വായിച്ചിട്ടുണ്ടാകും ഈ ശമൂവേൽ പ്രവചനം. ഇത് തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിലും കിടക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോ ഇവിടെ ദാവീദിനോട് പറഞ്ഞു, 3 ഓപ്ഷൻ നിന്റെ മുമ്പിൽ വെക്ക്. 3 കാര്യം, 3 വ്യവസ്ഥ നമ്മൾ വായിച്ചു തൊട്ടു മുമ്പ്. 3-ലും നല്ലതല്ലാത്ത കാര്യമാണ്. വന്ന് ചിന്തിക്കുമ്പോൾ സ്തോത്രം ബുദ്ധിക്കതീതമായ കാര്യങ്ങളാണ് ദാവീദിനോട് ഗാദ് പ്രവാചകൻ കടന്നു വന്ന് പറയുന്നത്. സ്തോത്രം. നീ പറയണം, ഈ 3-ൽ1 നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ദാവീദ് അതിനു മുമ്പേ പ്രാർത്ഥിച്ചു. സ്തോത്രം മാറിയില്ല. ദൈവം പറഞ്ഞു വരും. കേട്ടോ പ്രിയ മക്കളെ, ദൈവം ക്ഷമാശീലനാണ്, കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്. അറിഞ്ഞുകൊണ്ട് വീണ്ടും 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 പാപം ചെയ്താൽ ഹല്ലേലൂയ, യാഗം കൊണ്ട് ക്രിയകൾ കൊണ്ടും അതിന് പരിഹാരം ഉണ്ടാകുകയില്ല. കേട്ടോ. അപ്പൊ അത് പഴയ നിയമത്തിലല്ലേ പാസ്റ്റേ? പുതിയ നിയമത്തിൽ യേശു സ്നേഹം മാത്രം തരുന്നവനല്ലേ? വചനം പറയുന്നു, ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ്. സ്തോത്രം. സ്തോത്രം. സുവിശേഷത്തിന്റെ താളുകളിൽ വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടു മുമ്പേ കാണുന്ന യേശുവല്ല, വെളിപ്പാട് പുസ്തകത്തിൽ പത്മോസിൽ ഇറങ്ങി വരുന്ന യേശു. അവിടെ യേശുവിനെ കണ്ടവൻ മരിച്ചവനെ പോലെ എന്ത് ചെയ്തു? വീണു. സകല അധികാരങ്ങളും അവന്റെ കൈക്കീഴില, സകല അധികാരങ്ങളും അവന്റെ കാൽ കീഴില. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും, സ്വർഗത്തിനും പാതാളത്തിനും അധികാരമുള്ള ക്രിസ്തു, അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരമ്പിൽ പോലെ ഗാംഭീര്യ ശബ്ദമുള്ളവൻ. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ പലതും വെളിപ്പെടുകയാണ്. അപ്പോ കഴിഞ്ഞ ദിവസം തോളത്ത് മാറത്ത് ചാരിക്കിടന്നിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചവനെ പോലെ വീണു. ആരുടെ മുമ്പിൽ? യേശുവിന്റെ മുമ്പിൽ. കഴിഞ്ഞ ദിവസം വരെ കൂട്ടുകാരനെ പോലെ തോളത്ത് ചാരിക്കിടന്ന് തോളത്ത് കൈയിട്ട് ഒരു പാത്രത്തിൽ കഴിച്ച് ഒരുപോലെ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയ അരിമ ശിഷ്യനായ യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ വീണു. മരിച്ചവനെ പോലെ വീണു. ഹല്ലേലൂയ. സ്വതം. എന്നാ തിരുവെഴുത്തിൽ ഒക്കെ കാണാൻ സാധിക്കും. ചെറിയൊരു കളിയല്ല പ്രിയ മക്കളെ, ചെറിയൊരു കളിയിൽ ആത്മീക ജീവിതം പട്ടുമെത്തയല്ല. കേട്ടോ, ആത്മീക ജീവിതം പട്ടുമെത്തയല്ല. യേശുവിനെ അറിയേണ്ട പോലെ നീ ഒന്ന് അറിയണം. കേട്ടോ, യേശുവിനെ അറിയേണ്ടതുപോലെ നീ ഒന്ന് അറിയണം. യേശുവിനെ രുചിക്കേണ്ടതുപോലെ ഒന്ന് രുചിക്കണം. അപ്പോൾ ചിലതൊക്കെ നിനക്ക് വെളിപ്പെട്ടു വരും.
ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരും. ആമേശ്വത എന്തിനേറെ അനുദിന ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മൾ നയവിറക്കി കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ കരം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് രുചിച്ചറിയാൻ കഴിയും. മക്കളെ, അപ്പോ ഇവിടെ ദാവീദിനോട് പറയുന്നത് ഗാദ് പ്രവാചകനെ അയച്ചു ദൈവം. എന്നിട്ട് ഗാദ് വന്ന് പറയുന്നത് എന്നെ അയച്ചവനോട് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതിനായി മൂന്നിലേതാണ് നീ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയണം. അവൻ പറഞ്ഞു, ഞാൻ വീഴുന്നു എങ്കിൽ തിരുമുമ്പിൽ എന്ത് ചെയ്യട്ടെ? വീഴട്ടെ. തിരുമുമ്പിൽ വീഴട്ടെ. ഞാൻ വീഴുന്നു എങ്കിൽ തിരുമുമ്പിൽ വീഴട്ടെ. ആമേശ്വരം എന്ന ദാവീദ് അവിടെ പറയുകയാണ്. ആമേശ്വരം അതിന്റെ ആ വാക്യത്തിന്റെ നമ്മ എടുത്ത കുറിവാക്യത്തിന്റെ താഴേക്കൊന്ന് വായിച്ചേ. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. വിഷമത്തിലാകും കേട്ടോ. ആമേശ്വരം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവൻ വിഷമത്തിലാകും. സന്തോഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന ക്രിസ്തുവെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് ഈ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നവൻ തിരിച്ചറിയുകയും ചെയ്യുന്നത്. എന്നാൽ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്ത സമാധാനം നിന്റെ ജീവിതത്തിൽ നിന്ന് അറ്റുപോകും. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കമില്ല, കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. ആമേശ്വരം ഫാൻ കൂട്ടിയിട്ടിട്ട് ഉറക്കം കിട്ടുന്നില്ല, യേശു കൂട്ടിയിട്ടിട്ട് ഉറക്കം കിട്ടുന്നില്ല. ആമേശ്വരം രാവും പകൽ ഒരുപോലെ ചിന്തകൾ, മാനസികമായ പ്രയാസങ്ങൾ. ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ അരമനയിൽ സുഖമായിട്ട് കഴിയേണ്ടവൻ പറയുന്നു, ഞാനിപ്പോ വിഷമത്തില. ഉള്ളം കൊണ്ട് സന്തോഷിക്കാൻ കഴിയാതെ വണ്ണം തീരാ വിഷമത്തിലായി പോയ ഒരു രാജാവ് ഗാദിനോട് പറയുന്നു, ഞാൻ വിഷമത്തില. വരുത്തി വെച്ചതാ. പുസ്തകം പറയുന്നു, ബൈബിള് പറയുന്നു, ലോകം തരാത്ത സമാധാനം. എടാ ഈ ഈ രാജ്യത്തിൽ ഒരു യുദ്ധം നേരിടേണ്ടി വന്നെന്നാലും, മിസൈല് വന്ന് നിന്റെ കണ്ണിന് മുമ്പിൽ വീണെന്നാലും നിന്റെ ഹൃദയം ഭയപ്പെടുകയോ നീ അസമാധാനത്തിലായി തീരുകയോ ചെയ്യുകയില്ല. ക്രിസ്തുവിലാണെങ്കിൽ അവൻ നിന്നെ ഉള്ളങ്കരത്തിൽ വഹിക്കും. കർത്താവിന്റെ ദാസനിലൂടെ കേട്ടതുപോലെ നമുക്കവൻ മറവിടമായിരിക്കും. പക്ഷെ അവനിൽ നിന്നൊന്ന് തെറ്റിയാൽ മിസൈല് വന്ന് വീഴണ്ട, വേറൊരു പടക്കം പൊട്ടണ ശബ്ദം കേട്ട് നീ ഞെട്ടി എഴുന്നേക്കും. ഭയമായിരിക്കും, ഭയം, ഭീതി, അസമാധാനം. ഹല്ലേലൂയ. എവിടെയും എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ ഹൃദയത്തിനകത്തളത്തിൽ ഭാരം. എന്താണെന്നറിയത്തില്ല. രാത്രിയിൽ കിടന്നപ്പോഴും ഭാരം, പകൽ ഉണരുമ്പോഴും ഭാരം. പ്രശ്നം എന്നെയും കൊണ്ട് പോകത്തുള്ളെന്ന് തോന്നുന്നത് കാരണം നീ പാളയത്തുന്ന പുറത്ത് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധിപദേശിക്കുകയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ദൈവത്തെ എങ്ങനെ അറിയാൻ കഴിയും? എടാ, നീ ചെയ്യുന്നതെല്ലാം ശുഭമായി തീരും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ. 10 രൂപ നിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 8 ചിലവായതിനു ശേഷം 2 മിച്ചം വരും. ഇനി മിച്ചമൊന്നും ഇല്ലെങ്കിൽ പോലും അടുത്ത ദിവസം ഇന്ന് 10 കിട്ടി 10 ചെലവാൻ, നാളെ 100 വേണം, തരും. എന്തു ചെയ്യുമെന്ന് നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ കൈ അനുകൂലമാണെങ്കിൽ, ഞാൻ പറയുന്നത് പ്രിയമക്കളെ, ഇങ്ങനെ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വലിയ ആവശ്യമായിക്കൊള്ളട്ടെ, ചെറിയ ആവശ്യമായിക്കൊള്ളട്ടെ, അവിടെ കിടന്ന് നീ ഭാരപ്പെടേണ്ട അവസ്ഥകൾ ഉണ്ടാകത്തില്ല. ദൈവം പ്രവർത്തിക്കും. അപ്പോ ഗാദിനോട് ദാവീദ് പറയും, ഞാനിപ്പോൾ വളരെ വിഷമത്തിലായിരിക്കുന്നു. ദൈവം വിഷമിപ്പിച്ചതാണോ? ഞാൻ ചരിത്രം എടുപ്പിക്കാം. എന്താണ് ഇദ്ദേഹം വിഷമിക്കാൻ കാരണമെന്ന്, ഗാദിനെ അയക്കാൻ കാരണമെന്നൊക്കെ പുസ്തകത്തിൽ. പ്രിയമക്കളെ, ഈ ദൈവദാസന്മാരൊക്കെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ അവർ വന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. നമ്മുടെ നന്മക്ക് വേണ്ടി ദൈവം അയക്കുന്നതാ. കേട്ടോ പ്രിയമക്കളെ, അന്നും പ്രവാചകന്മാരുണ്ടായിരുന്നു, ഇന്നും പ്രവാചകന്മാരുണ്ട്. ഇവരെയൊക്കെ അയക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് വരാൻ പോകുന്നു, നീ അതിൽ നിന്ന് മാറണം. ഒരു റെഡ് സിഗ്നൽ വരുന്നുണ്ട്, സ്വതം ഗ്രീൻ ചാനൽ നീ പിടിച്ചു കൊള്ളണം എന്നൊക്കെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്. കേട്ടോ, സ്തോത്രം. അപ്പോ ഇവിടെ കാണാൻ സാധിക്കും, താഴേക്ക് വായിച്ചു മോളെ. ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എത്ര പോയി? 70,000. 700 അല്ല, 7,000 അല്ല,
70,000 അങ്ങ് പോയി. രാജ്യം ഭരിക്കുന്ന രാജാവാ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാ. നെടുമ്പാട് വീഴാൻ തുടങ്ങി. തെറ്റ് ചെയ്തതാരാ? പോയതാരാ? തെറ്റ് ചെയ്തതാരാ? എന്താ തെറ്റ് ചെയ്തത് ഇദ്ദേഹം? ആ സ്തോത്രം. 1-ാം വാക്യം വായിക്കാം. യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. ഒരു തോന്നലുണ്ടായതാ, ഒരു തോന്നല്, വെറുതെ ഒരു തോന്നല്. കേട്ടോ പ്രിയമക്കളെ, അതൊന്നും ദൈവസഭക്കെതിരെ തോന്നിയേക്കല്ലേ. സ്തോത്രം. എല്ലാ തോന്നലുകളും നല്ലതായിരിക്കണമെന്നില്ല. നിനക്ക് തോന്നാം. ഇത് രാജ്യത്തിനെതിരായ ഒരു തോന്നലുണ്ടായി. രാജ്യത്തിനെതിരായ ഒരു തോന്നല്. ഒന്ന് എണ്ണി നോക്കാം. ഈ മനുഷ്യന്റെ മുമ്പില് ഇവന്റെ ആദ്യ നാളുകൾ സ്റ്റെപ്പ് വെച്ച കാലം മുതൽ കാണുന്ന ഒരു കാഴ്ച, ഒരു സൈന്യം നിഷ്ഫലമായി നിന്നപ്പോൾ ആമെ ഒരു വാളില്ല, ഒരു കുന്തമില്ല, ആമെ ഒരു വേലില്ല, ആമെ വെറും ഒരു കല്ലും ഒരു കവണിയും കൊണ്ട് മലനായി ഒരുത്തനെ തകർത്ത ചരിത്രം കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ നോക്കുകയാണ്, എന്നോട് കൂടെ എത്ര പേരുണ്ട്, എന്നോട് കൂടെ എത്ര ആളുകളുണ്ട്, എന്നോട് കൂടെ എത്ര അംഗസംഖ്യയുണ്ട്, ആമെ സ്വതന്ത്രം എന്നവൻ എണ്ണി നോക്കുകയാ. ഭൂരിപക്ഷം നോക്കരുത് പ്രിയമക്കളെ, കേട്ടോ. ഞാനത് നോക്കാറില്ല. സ്തോത്രം. ഞാൻ ഭൂരിപക്ഷത്തെ ഒന്നും ഒരിക്കലും നോക്കാറില്ല. ആമേ സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആമേ കേൾക്കുകയാ, പരമാർത്ഥ ഹൃദയത്തോടെ പറയുന്നത്. ഭൂരിപക്ഷത്തെ നോക്കിയല്ല വിശുദ്ധ വേദപുസ്തകവുമായിട്ട് കർത്താവിന്റെ ഭൃത്യന്മാരെ ദൈവം നടത്തിയത്. ഹല്ലേലൂയ. ന്യൂനപക്ഷത്തെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലും നമ്മുടെ മധ്യത്തിൽ നടമാടുന്നു. ആമേ ഒരു പട്ടണത്തിൽ ഒരുത്തൻ മതിയെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ആമേ ഒരു രാജ്യം മുഴുവൻ പാപത്തിൽ മുങ്ങുമ്പോൾ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അത് നിങ്ങളാകാം, ഞാനാകാം, ആരുമാകാം. സ്തോത്രം. കർത്താവിന് ഭൂരിപക്ഷം ആവശ്യമില്ല പ്രിയമക്കളെ. സമർപ്പിക്കപ്പെട്ട ഒരുത്തനുണ്ടോ, ദൈവം അവിടെ പ്രവർത്തിക്കും. അപ്പോ ദാവീദിന്റെ ഹൃദയത്തിലൊരു തോന്നല് എന്താ? ഇപ്പൊ എന്നോടുകൂടെ അല്ലെങ്കിൽ എന്റെ ജനത്തിനോടുകൂടെ എത്ര പേരുണ്ട് ഒന്നറിയണം. ഈ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂട്ടുകെട്ടുകാര് ഇവര് ആളെ കൂട്ടാൻ ശ്രമിക്കും, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കും. നമ്മളോട് കൂടെ എത്ര പേര് ഉണ്ട്, വഴിയൊരുക്കും. ആമേ സ്വന്തം അംഗസംഖ്യക്ക് പിടിക്കും. എന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആമേ ഇന്നത്തെ മന്ത്രിസഭ നോക്കിയിട്ടുണ്ടോ? ആമേ സ്വതം ഇന്നത്തെ ആമേ ഇലക്ഷൻ വരികയാ. അപ്പോൾ ആമേ സ്വതം ഒരു യോഗം വെക്കുമ്പോൾ അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എത്ര മെമ്പേഴ്സ്, എത്ര അണികൾ ഉണ്ടാകും. പറയും മാക്സിമം ഞങ്ങൾ അതിനകത്ത് ആൾക്കാരെ കയറ്റിക്കൊള്ളാം. അവരുടെ ബലം കാണിക്കുകയാണ്. നമ്മുടെ ദൈവം ഒരിക്കലും അങ്ങനെ ഒരു ബലം കാണിച്ചിട്ടില്ല. എടാ നിനക്ക് നിൽക്കാൻ പറ്റോ? ഗിദെയോനെ നിനക്ക് നിൽക്കാൻ പറ്റോ? ശിംശോനെ നിനക്ക് നിൽക്കാൻ പറ്റോ? ആമേശ്വത അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേശ്വതം 1967 അറബ് യുദ്ധം അല്ലേ? അറബ് യുദ്ധം ചരിത്രം കിടക്കുകയാ. നെറ്റിലടിച്ചെന്ന് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചൊരു കാര്യം, 2 ലക്ഷത്തോളം വരുന്ന ആമേശ്വതം ചെങ്കടലിൽ ആമേശ്വതം സർവ്വസന്നാഹവുമായി കടന്നു വന്ന ശത്രു സൈന്യത്തെ കുത്തിയോടിക്കാൻ ദൈവം അയച്ചത് കടന്നലുകളെയായിരുന്നു. ഹല്ലേലൂയ. ഇത് മാനുഷികമായ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രിയമക്കളെ. ആമേ ഗോലാൻ കുന്നിൽ നിന്ന് ഒരു വലിയ കടന്നൽ കൂട്ടം അവിടേക്ക് പറന്നു ചെന്ന് ആമേ സർവ്വസന്നാഹങ്ങളുമായി കിടക്കുന്ന സൈന്യാധിപന്മാരെ കുത്തിയോടിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ബുദ്ധിക്ക് അതൊരു കഥയായി തോന്നും. ഇത് കഥയല്ല, ഇത് ചരിത്രമാണ്. യുദ്ധം ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമാ. ആമേൻ. ഇത് കഥയല്ല പ്രിയമക്കളെ, ഇത് ചരിത്രമാ. ജോഷുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ആമേശ്വതം മനുഷ്യന്റെ കൈ കൊണ്ട് കൊന്നവരെക്കാൾ അധികമായിരുന്നു ആകാശത്തുനിന്ന് കൽമഴ അയച്ച് ദൈവം കൊന്നത്. പ്രൈസ് ദി ലോർഡ്. ചെറിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നീ ഭൂരിപക്ഷം നോക്കണ്ട, ആമേശ്വത താല്പര്യം നോക്കണ്ട, ആമേശ്വതം നിന്നോടുകൂടെ ദൈവമുണ്ടോന്ന് നോക്കുക. അപ്പൊ ദാവീദിന്റെ ഹൃദയത്തിൽ എന്ത് തോന്നി? ഒന്ന് എണ്ണി നോക്കാൻ തോന്നി. ആമേ കഴിഞ്ഞ ദിവസം വരെ നടത്തിയ ദൈവത്തിന്റെ ബലത്തെ അവൻ മറന്നു. ഹല്ലേലൂയ. എടോ പ്രിയമക്കളെ, മറക്കരുത്, വന്ന വഴി മറക്കരുത്.
ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് തന്ന ദൈവത്തെ നീ മറക്കരുത്. അവൻ സ്വതം അവൻ ഇന്നും കൂടെയുണ്ട്. അവൻ നിന്റെ കരത്തിൽ എന്തെങ്കിലും നന്മ വരുമ്പോൾ ആ നന്മയുടെ ശ്രേഷ്ഠതയിലേക്ക് നീ തിരിഞ്ഞു പോകരുത്. അപ്പോ അന്ന് നടത്തിയ ദൈവം ഇന്നും നടത്താൻ ശക്തനെന്ന് ആത്മാവ് ഞാൻ തിരിച്ചറിയുകയാ. കേട്ടോ പ്രിയ മക്കളെ, ഈ ദൈവം നടത്തത്തില്ലേ? നടത്തത്തില്ലേ? അവൻ രാജാവ് കൂടെ ഉണ്ടെങ്കിലാണോ? അധികാരികൾ കൂടെ ഉണ്ടെങ്കിലാണോ? പ്രഭുക്കന്മാർ കൂടെ ഉണ്ടെങ്കിലാണോ? എടാ നീ നിക്ക്, ദൈവം വഴി തുറക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്ത് തോന്നി? ഒന്ന് എണ്ണി നോക്കാൻ തോന്നി. കൂടെ നിന്ന യോവാബ് പറഞ്ഞു, ചെയ്യരുതേ, ചെയ്യരുത്. ഇതുവരെ നമ്മുടെ യുദ്ധങ്ങളെല്ലാം ജയിച്ചതും ജയിപ്പിച്ചതും സ്വർഗത്തിലെ ദൈവമാ. അങ്ങത് ചെയ്യരുതേ. ചില വീടുകളിലൊക്കെ ചില ഭർത്താക്കന്മാരെ അയക്കാം ചില ദോഷത്തിലേക്കൊക്കെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭാര്യമാര് പറയും, ചേട്ടാ അത് ചെയ്യരുതേ. സ്വതം ചില വീട്ടിൽ മക്കളൊക്കെ ദോഷത്തിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ പറയും, മോനെ അത് ചെയ്യല്ലേ. സ്തോത്രം. ചില വീട്ടിലൊക്കെ ഭാര്യമാര് ദോഷത്തിലേക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർ പറയും, നീ അത് ചെയ്യരുതേ. സ്തോത്രം. വീണ്ടും എന്ത് ചെയ്യും? ചെയ്യും. ഞാൻ ചെയ്താ എന്ത് വരും? ഞാൻ പറഞ്ഞാൽ എന്ത് വരും? നീ പറഞ്ഞാലും നീ ചെയ്താലും നിനക്ക് ചിലപ്പോൾ വന്നില്ലായിരിക്കും. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്തളത്തിൽ ഏറ്റവും കൂടുതൽ വേദന ഉളവാകത്തക്ക തലത്തിലുള്ള വിഷയം നീ ഫേസ് ചെയ്യേണ്ടി വരും. ചെറിയ കാര്യമൊന്നുമല്ല പ്രിയ മക്കളെ. നിൽക്കുന്നു എങ്കിൽ വിശുദ്ധിയോടെ തേജസ്മേൽ തേജസ്കരണം പ്രാപിച്ച് നിൽക്കുക. അല്ലെങ്കിൽ വേദന ഉണ്ടാകും. രാത്രി കിടക്കുമ്പോൾ അസ്വസ്ഥത വരും. പകൽ എഴുന്നേൽക്കുമ്പോൾ അസ്വസ്ഥത വരും. ഹൃദയത്തിന് സമാധാനമില്ല. നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ ശരീരത്തിന് ബലമില്ല, ശക്തിയില്ല. സ്വതം പലതും നീ ഫേസ് ചെയ്യേണ്ടി വരും. സ്വതം അധ്വാനിക്കുന്നുണ്ട്, കരത്തിൽ നന്മ കിട്ടുന്നുണ്ട്, ഒഴുകിപ്പോകുക. കടം മീതക്ക് മീതെ കവിയുകയാണ്. സ്തോത്രം. ആമേൻ. തിരിഞ്ഞൊന്ന് നോക്കണം. ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഇപ്പോഴായിരിക്കത്തില്ല, ചിലത്. ഒരു വിഷയം ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ചൊവ്വാഴ്ച ഒരു വിഷയം എടുത്തായിരുന്നു. അന്ന് നമ്മുടെ ലൈവ് മീറ്റിങ്ങിൽ പലരും കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ല. അന്ന് എന്തായിരുന്നു, നെറ്റ്വർക്ക് അല്ലേ, വൈഫൈ ഇഷ്യൂ ആയിരുന്നു. ആ ഒരു വിഷയം എടുത്തു. സ്തോത്രം. ദൈവം ചിലത് മറക്കത്തില്ല. ആ വിഷയം ഇതായിരുന്നു. ഈ ശമൂവേൽ പ്രവചനത്തിൽ തന്നെ കയറി വന്നത് കൊണ്ടൊന്ന് തൊട്ടുപോകാം. ശമൂവേൽ പ്രവചനം 21 അധ്യായത്തിൽ ദാവീദിന്റെ ഭരണകാലത്ത് 3 സംവത്സരം ക്ഷാമമുണ്ടായി. വായിച്ചു. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. സ്തോത്രം. ദാവീദിന്റെ കാലത്ത് തുടരെ 3 സംവത്സരമായിട്ട് ക്ഷാമം. വീട്ടിനകത്ത് 10ന്റെ പൈസ ഇരിക്കുന്നില്ല. കൊയ്ത്ത് കാലമാകുമ്പോൾ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുക്ക്. എന്താണെന്നൊരു പിടി കിട്ടുന്നില്ല. പേടാപ്പാടുപെടുകയാണ്. രാത്രിയും പകലും അധ്വാനിക്കുകയാ. കിട്ടാൻ പറ്റുന്നിടത്തെന്നെല്ലാം മേടിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി വേറെ സ്ഥലത്തൊന്നും മേടിക്കുന്നത് കൊടുക്കാൻ പറ്റാതെ മേടിക്കുന്നതെല്ലാം ബാധ്യതകളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ക്ഷാമം അതികഠിനമായി 3 സംവത്സരം മാറാതവണ്ണം നിൽക്കുന്നു. ദാവീദിനൊരു ചിന്ത വന്നു, ഇതെന്റെ കുഴപ്പം കൊണ്ടാണോ? ദൈവമേ? ഞാനാണ് രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരി. എൻ്റെ ജീവിതത്തിലുള്ള പാപമാണോ? അവൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ദാവീദേ, നിന്റെ കുഴപ്പമല്ല ഇത് ശൗൽ എന്ന് പറയുന്ന നിനക്ക് മുമ്പാകെ ഇരുന്ന രാജാവുണ്ടല്ലോ, അവൻ ഗിബയോന്യർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് ചെയ്ത ചില ദോഷത്തിന്റെ അവസ്ഥയാണ് 3 സംവത്സരം ക്ഷാമം. ഞാൻ നിങ്ങളോട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട് പ്രിയമക്കളെ. ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൻ തെറ്റ് ചെയ്ത തെറ്റിന്റെ വഴി മക്കൾ പോകരുത്. അമ്മ തെറ്റ് ചെയ്ത തെറ്റിന്റെ വഴി മക്കൾ പോകരുത്. സഹോദരൻ തെറ്റ് ചെയ്ത തെറ്റിന്റെ വഴി അടുത്ത സഹോദരൻ പോകരുത്. സഹോദരി തെറ്റ് ചെയ്ത അടുത്ത സഹോദരി പോകരുത്. നിനക്ക് സ്ട്രെയിറ്റ് എന്നും വചനം എന്തു പറയുന്നുവോ അതിലൂടെ നീ സഞ്ചരിച്ചു കൊള്ളണം. അപ്പൊ ഗിബയോന്യരോട് ശൗൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ശൗലുണ്ടോ ഇപ്പോ? ശൗല് മരിച്ചുപോയി. ശൗല് രാജാവ് മരിച്ചുപോയി.
പക്ഷെ ആ സംഭവം നിൽക്കുകയാ. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. 3 വർഷവും ദാവീദിന്റെ ഭരണകാലത്ത് പ്രശ്നം. ദാവീദിന്റെ ഭരണകാലത്ത് 3 സംവത്സരമായിട്ട് ക്ഷാമം മാറുന്നില്ല. കൃഷികളൊക്കെ നോക്കി, കൃഷിക്ക് മഴ കിട്ടുന്നില്ല. വ്യാപാരങ്ങളൊക്കെ നോക്കി, കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. സ്തോത്രം. ദാവീദ് ദൈവസ്ഥലിൽ നെടുപാട് വീണു, പ്രാർത്ഥിച്ചു. അവനോട് പറഞ്ഞു, നീ നിമിത്തമല്ല. നിങ്ങൾ ചോദിക്കണം, ദൈവസ്ഥലിൽ ചോദിക്കണം. വീട്ടിനകത്ത് 1, 2, 3 വ്യക്തിത്വങ്ങളായിരിക്കാം, 3, 4 വ്യക്തിത്വങ്ങളായിരിക്കാം, 3, 5 വ്യക്തിത്വങ്ങളായിരിക്കാം, 5, 10 വ്യക്തിത്വങ്ങളായിരിക്കാം. ജീവിതത്തിൽ മാറിപ്പോകാതെ വണ്ണം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ മുട്ടുമടക്കിക്കൊണ്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ഇതാര് നിമിത്തം? ഇസ്രായേൽ ജനത്തിനിടയിൽ 36 ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 36 യോശുവ വസ്ത്രം കീറി നെടുമ്പാട് വീണു. ഇതാര് നിമിത്തം? സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. ചരിത്രത്തിൽ പല സ്ഥലങ്ങളിലും കിടക്കുന്നുണ്ട് പ്രിയമക്കളെ. നമ്മൾ കരുതും കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ചെയ്തതായിരിക്കത്തില്ല, 10 നാൾക്ക് മുമ്പ് നീ ചെയ്തതൊന്ന് തിരിഞ്ഞു നോക്കണം. ദൈവത്തിന്റെ ന്യായം, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ കരം അവിടെ അനുകൂലമായിരുന്നോ? അതിന് ഞാൻ എന്തെങ്കിലും പരിഹാരം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. ദൈവം മറക്കത്തില്ല. മറക്കാൻ ദൈവം മനുഷ്യനല്ല, തിരിച്ചു വരുത്തും ദൈവം, മടക്കി കൊണ്ടുവരും. അപ്പൊ ഈ 3 സംവത്സരമായിട്ട് ക്ഷാമം മാറുന്നില്ല. ഈ മനുഷ്യൻ, ഈ രാജാവാണ്. നമ്മളെ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രിയ മക്കളെ. നമുക്ക് പുറത്ത് നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ആ മനുഷ്യന് അത്ര പ്രായമുണ്ട്. ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ അവർക്കുണ്ടാകാം. ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് രാഷ്ട്രീയമില്ലട്ടോ. ഉണ്ടോ? ദൈവം ആരെയാണ് തിരഞ്ഞെടുത്ത് നമ്മുടെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം നിന്റെ ചുമലിലാണ്. ആരുമായിക്കൊള്ളട്ടെ, അവൻ ഏത് വിഭാഗത്തിലുള്ളവനായിക്കൊള്ളട്ടെ, സ്വന്തം ഏതു ജാതി വ്യവസ്ഥയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ദൈവമാണ് ആക്കി വെക്കുന്നത്. ബൈബിൾ തെളിവായി പറയുന്നു, ഇല്ലേ? സകല അധികാരങ്ങളും ആ ദൈവത്തിന്റെ കൈക്കീഴില്ല. സകല അധികാരങ്ങളും. അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ദാവീദ് പ്രതിസന്ധിയിലായി. താൻ ഭരിക്കുന്ന രാജ്യത്ത് 3 സംവത്സരമായിട്ട് ക്ഷാമം. ദൈവത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ നിമിത്തമല്ല, ശൗല നിമിത്തം. ഗിബയോന്യർ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിനോട് അവൻ ദോഷം ചെയ്തിട്ടുണ്ട്. ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ സ്തോത്രം ഒരിക്കൽ ഏതൊരു ദിവസം പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മയാണ്. ഈ സാധുപീഡ ദൈവം എന്ത് ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല. അപ്പോൾ ഒരു കർഷക കുടുംബം, ഞാൻ 1-2 തവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ, ഒരു കർഷക കുടുംബം. ആ കുടുംബത്തിൽ ആകെ കൂടി അവർക്കൊരു നന്മ വരുമാനം എന്ന് പറയും. എന്നും അപ്പനും അമ്മയും കൃഷിക്കായി പോകും, മക്കൾ 2 പഠിക്കാൻ പോകും. അങ്ങനെ കൃഷി ചെയ്ത് കിട്ടിയ 5, 10, 20 രൂപകൾ ശേഖരിച്ച് വെച്ചൊരു പോത്തിന്റെ കുഞ്ഞിനെ മേടിച്ചു. പോത്ത്. ആകെ കൂടി അവരുടെ വരുമാനം അതാ, വേറൊന്നുമില്ല, നിക്ഷേപമൊന്നുമില്ല. ഒരു പോത്തും കുഞ്ഞിനെ മേടിച്ചു. ഇവർ കഴിക്കുന്നതിൽ നിന്ന് പോത്തിന് കൊടുക്കും, ഇവർ കുടിക്കുന്നതിൽ നിന്ന് പോത്തിന് കൊടുക്കും. സ്വന്തം പാടത്ത് കൊണ്ട് കെട്ടിയിട്ട് രാവിലെ അവർ പണിക്ക് പോകും. ഒരു ദിവസം പണി കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം പോത്തിനെ കാണുന്നില്ല. ഈ കർഷകൻ ചുറ്റുപാടുകളെല്ലാം അന്വേഷിച്ച് നടക്കുമ്പോൾ അടുത്ത വലിയ വീട്ടിന്റെ കോമ്പൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, നിന്റെ പോത്തതേ അകത്ത് ചത്ത് കിടക്കുന്നുണ്ട്, വലിച്ചു കൊണ്ടുപോയിട്ട് കുഴിച്ചിടടാ. പോത്തിനെ കെട്ടിയ കുറ്റിയിൽ നിന്ന് പോത്ത് കെട്ടഴിഞ്ഞു പോയി. സ്വോത്രം അടുത്ത പറമ്പിൽ ചെന്ന് അദ്ദേഹം നട്ടിരുന്ന ചിലതൊക്കെ കടിച്ചു തിന്നു. ക്ഷമയില്ലാത്ത അടുത്ത വീട്ടുകാരൻ അകത്തു പോയിട്ട് ഒരു ആമർ എടുത്തുകൊണ്ട് വന്ന് ഒരു ചിറ്റുക എടുത്തുകൊണ്ട് വന്ന് പോത്തിന്റെ തലക്കടിച്ചു. പോത്തവിടെ കുഴഞ്ഞു വീണ് ചത്തു. വൈകിട്ട് കർഷകൻ വന്നപ്പോൾ പോത്തിനെ അന്വേഷിച്ച് നടന്നു. പോത്ത് അകത്ത് ചത്ത് കിടക്കുന്നു. ഒറ്റക്ക് പോത്തിനെ വലിച്ചെടുക്കാൻ സ്തോത്രം പോത്തിന് വെയിറ്റ് കൂടുതലായിരുന്നു. അദ്ദേഹവും ഭാര്യയും 2 പിള്ളേരും കൂടി ചെന്ന്
പോത്തിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയറും കാലിൽ വേറൊരു കയറും കൂടി ഇട്ട് വലിച്ച് പുറത്തിറക്കി ആമേൻ തൻ്റെ സ്ഥലത്തിനോട് ചേർന്നിട്ട് ഒരു കുഴിയെടുത്ത് അവിടെ പോത്തിനെ കുഴിച്ചു മൂടി. കാലം കഴിഞ്ഞു, വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. അടുത്ത വീട്ടിലെ യജമാനന്റെ മക്കൾ വളർന്നു വലുതായി. അവർ വിവാഹം കഴിച്ചു. ഭാര്യ പ്രഗ്നന്റായി. ആമേൻ, സ്തോത്രം. ഭാര്യ പ്രസവിച്ചു. മൂത്ത മകന്റെ ഭാര്യ പ്രസവിച്ചു. പ്രസവിച്ച കുഞ്ഞിന് ആമേ കാലുകൾക്ക് കാൽപ്പത്തിയല്ല ഉള്ളത്, കുളമ്പായിട്ട് ജനിക്കാനിടയായിത്തീർന്നു. കാൽപ്പത്തികൾക്ക് പകരം കാലിൽ കുളമ്പുമായിട്ട് ജനിച്ച കുഞ്ഞ്. ഡോക്ടർമാർക്ക് ആശ്ചര്യം. മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ചരിത്രം ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ മകന്റെയും കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ മകന്റെയും ഭാര്യ പ്രസവിച്ചു. കൊച്ചിന്റെ കൈകൾ കുളമ്പ് പോലെ പിരിഞ്ഞിരിക്കുന്ന കൈകൾ, വിരലുകളില്ല. സ്തോത്രം. ചിന്ത വന്നു, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? വേലിക്കകത്ത് തലക്കടിച്ചു കൊന്നൊരു പോത്തിന്റെ ചിത്രം തെളിഞ്ഞു. മനുഷ്യൻ മറക്കും, ദൈവം എന്ത് ചെയ്യത്തില്ല? മറക്കത്തില്ല. ദൈവം മറക്കത്തില്ല, കുറിച്ചു വെക്കും. ഒരിക്കല് ബാശാൻ രാജാവ് അല്ലേ, സീഹോനും ഓഗും അല്ലേ, ഈ ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് വരുമ്പോൾ വഴി തടുത്തു. അന്ന് പൂർവ്വ പിതാക്കന്മാരോട് പറഞ്ഞു, എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞു. അവന്മാരെ നോട്ട് ചെയ്തേക്ക്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. തിരിച്ചു വരുത്തി പിടിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ സ്തോത്രം ചില കാര്യങ്ങൾ പൊരുളായും നിഴലായൊക്കെ സ്തോത്രം സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഇതെന്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ തട്ടിപ്പോകുന്നുണ്ടെന്ന് ചിന്ത വന്നാൽ ഇന്ന് പകലിൽ ചിലതെല്ലാം വിട്ടുപിരിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, വിട്ടുപിരിയണം, മടങ്ങി വരണം. അപ്പോ ദാവീദ് ദൈവത്തോട് ചോദിച്ചപ്പോ ദാവീദിന്റെ ജീവിതത്തിൽ, സമയം വേഗത്തിൽ പോയി അല്ലേ, ദാവീദിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത ചിന്ത ഇതാണ്: നീയല്ല, നിനക്ക് മുമ്പിൽ നിന്നിരുന്ന രാജാവ് ഗിബയോന്യർ എന്ന് പറയുന്ന വിഭാഗത്തിനോട് ദോഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. താഴേക്ക് വായിച്ചോ മോളെ, വേഗത്തിൽ പോകാം. രാജാവ് ഗിബയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബയോന്യർ ഇസ്രായേലല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേലിയർക്കും യഹൂദർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരയണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബയോന്യർ അവനോട്, ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല. ഓ സ്തോത്രം. ഗിബയോന്യരോട് പറഞ്ഞു, ഞാൻ ഇന്ന് രാജാവാണ്, നിങ്ങൾ എന്തു വേണമെങ്കിലും ചോദിച്ചാൽ ഈ ഒരു വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ ഞാൻ തരും. എന്തു വേണമെങ്കിലും ഞാൻ തരാം. പക്ഷെ ഗിബയോന്യർ പറഞ്ഞൊരു വാക്ക് കേട്ടപ്പോൾ ദാവീദ് ഞെട്ടി. ദാവീദിനോട് പറഞ്ഞത്, രാജാവേ, യജമാനെ, ഈ ഒരു വിഷയത്തില് രാജാവ് പൊന്നും വെള്ളിയും തന്നൊതുക്കാൻ എന്ത് ചെയ്യണ്ട, നടക്കത്തില്ല. ഈ ഒരു പ്രശ്നം തീർന്നു പോകുവാൻ തക്കവിധം രാജഗൃഹത്തിനകത്തളത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നത് പോലെ പൊന്ന് തന്നാ തീരത്തില്ല, വെള്ളി തന്നാ തീരത്തില്ല, നിലം തന്നാ തീരത്തില്ല. ഇതിന് വില കൊടുക്കണം, വില തരണം. ഇതിന് വില തന്നേ മതിയാകും. പൊന്നും വെള്ളിയും കൊണ്ട് തീർന്നു പോകുന്നൊരു പ്രശ്നമല്ല ഇത്. കൈമടക്ക് തന്നാൽ തീരുന്നൊരു പ്രശ്നമല്ല. അവരോട് ചോദിച്ചു, പിന്നെ എന്താ വേണ്ടത്? ശൗലിന്റെ ഗൃഹത്തിൽ നിന്ന് 7 എണ്ണത്തിന് വേണം. ദൈവസന്നിധി ഞങ്ങളോട് സഖ്യത ചെയ്തതാ, ദൈവസന്നിധി ഞങ്ങളോട് ഉടമ്പടി ചെയ്തതാ. പക്ഷെ അവൻ ആ ഉടമ്പടി പാലിച്ചില്ല. ആമേൻ. അവൻ ഞങ്ങളിൽ പലരെയും തകർത്തു.
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പിതാക്കന്മാർ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ഭാര്യമാർ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ സഹോദരന്മാർ നഷ്ടപ്പെട്ടു. അന്നു മുതലേ കരയുകയാ. 3 വർഷമായിട്ട് സ്വതം രാജ്യത്തിൽ ക്ഷാമം. ചിലതിൻ്റെ കരച്ചില് അങ്ങ് സ്വർഗത്തിൽ കയറി. വചനത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഇവർ ഇസ്രായേലിലൊന്നും ആയിരുന്നില്ല. കണ്ടോ പ്രിയമക്കളെ? ഇവർ ഇസ്രായേലിലൊന്നും ആയിരുന്നില്ല, ജാതീയ ഗണത്തിൽപ്പെടുന്ന വിഭാഗം. പക്ഷെ ദൈവമായിട്ടൊരു സഖ്യത ചെയ്തു, ഒരു ഉടമ്പടി. കേട്ടോ, ദൈവസന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ 10 വട്ടം ചിന്തിച്ചിട്ട് എടുക്കാവൂ. നിന്റെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് വർഷങ്ങൾ നൂറ്റാണ്ടുകളായി നല്ല പോകത്തില്ല. ഇനി നിന്റെ കാലം കഴിഞ്ഞ് നിൽക്കരുത്, നിന്റെ മക്കളുടെ കാലം വരുമ്പോൾ പിടിക്കും. ഇത് ദൈവത്തിൻ്റെ സന്നിധിയാ. നോക്കുമ്പോൾ എടുത്ത് കാണത്തക്ക നിലവാരത്തിലുള്ള ചിത്രങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ ഒരുത്തൻ ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുക. ജീവനുള്ള ഒരു ദൈവം. അവന്റെ സന്നിധിയിൽ വല്ല കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ പറ്റാവുന്നത് തീരുമാനിക്കാവൂ. പറ്റാത്തത് വല്ലതും എടുത്ത് തലമേൽ വെച്ചിട്ട് എത്ര വട്ടം നീ നെടുമ്പാട് വീണാലും മാറിപ്പോകത്തില്ല. അത് നീ നിവർത്തീകരിക്കണം. അത് നീ ചെയ്തേ മതിയാകൂ. ഞാൻ നിന്നോട് ചോദിച്ചതാണോ? നിന്നെക്കൊണ്ട് ഞാൻ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണോ? അല്ലല്ലോ. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നില്ല എങ്കിൽ ആ തീരുമാനം ദൈവം നിന്നെ ഓർപ്പിക്കും. ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. സമയം വരുമ്പോൾ ഓർപ്പിക്കും. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നെനിക്ക് സന്തോഷമുള്ള ദിവസം. എല്ലാവരും ഉണർന്നിരിക്കുക. പക്ഷെ ഇതെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വിഷയം? സമയം അങ്ങ് ഓടിപ്പോയി, തീർന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ ദാവീദ് പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, ഗിബയോനിയരെ, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. പൊന്നു വേണോ പൊന്നു തരാം, വെള്ളി വേണോ വെള്ളി തരാം, സ്ഥലം വേണോ നിലം വേണോ, കരമൊഴിപ്പിച്ച് തരണം, എന്തു വേണമെങ്കിലും ചെയ്യാം. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, യജമാനെ, രാജാവേ, ഇത് പൊന്നു കൊണ്ടും വെള്ളി കൊണ്ടും തീരുന്ന പ്രശ്നമല്ല. ഞങ്ങൾ മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ പോലും കൊന്നിട്ടുമില്ല. പക്ഷെ അപ്പൻ ഇത് തെളിയിക്കുകയാണ്. ആമേൻ. ഇടക്ക് വെച്ച് ആരും നമുക്കൊരു ഉപദ്രവമോ ഒരു ദോഷമോ ഒന്നും ഉണ്ടാക്കത്തില്ല. പ്രിയമക്കളെ, നമുക്കിങ്ങനെ പോകാം. പക്ഷെ പിടിക്കും, ഇടക്കിട്ട് പിടിക്കും. ആമേ. താഴേക്ക് വായിച്ചോ മോളെ. ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നതും ഞാൻ ചെയ്തു തരാം എന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ ഞങ്ങൾ നശിച്ചു പോകുകയും ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചതി. അവനെ തകർക്കണം, അവനെ വകവരുത്തണം, അവനെ ഇല്ലായ്മ ചെയ്യണം, അവനെ മുട്ടിപ്പിക്കണം. അങ്ങനെ ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം വരത്തുള്ളൂ. ആരും മറന്നുപോയി? ശൗലും ശൗലിന്റെ ഗൃഹവും ദാവീദും ഇസ്രായേലെല്ലാം മറന്ന വിഷയമാണ്. ആരാ പൊക്കിക്കൊണ്ടുവരുന്നത്? സ്വർഗത്തിലെ ദൈവം. ആർക്ക് വേണ്ടിയാ? ഇസ്രായേലിന് വേണ്ടിയാണോ? ഗിബയോന്യർക്ക് വേണ്ടി. ഗിബയോന്യർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റു. എന്നിട്ട് പറയുന്നത്, ഞങ്ങൾ മുടിഞ്ഞു പോകാൻ തക്കവണ്ണം ഉപായം ചിന്തിച്ച ചിലരുണ്ട്. കേട്ടോ പ്രിയ മക്കളെ, ദൈവഹിതമില്ലാത്ത ഒരു വഴിയിലും
നിനക്ക് നിന്റെ മനസാക്ഷിക്ക് ബുദ്ധിക്ക് തിരിച്ചറിവില്ലാത്തൊരു വിഷയം ആരെങ്കിലും വന്ന് പറയുകയാണ്, ബിജു പാസ്റ്റർ അങ്ങനെ ചെയ്തു, ആമേശ്വരം അല്ലെങ്കിൽ ഷാജി ബ്രദർ ഇങ്ങനെ ചെയ്തു, ആൽവിൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എന്നാൽ നമുക്കും കൂടെ ചേർന്ന് നിന്ന് എന്ത് ചെയ്യാം, അടുത്ത ബൈൻഡപ്പ് ചെയ്യുക. ചെയ്യരുതേ. നിന്റെ കണ്ണി കാണാത്തതും നിന്റെ ആമേശ്വത കാതിൽ കേൾക്കാത്തതും മറ്റൊരുത്തൻ വന്ന് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ അതിൽ കുറവുണ്ടാകും, കൂടുതലുണ്ടാകും. ആമേൻ. സ്തോത്രം. അവിടെ ആമേൻ സ്തോത്രം. ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 എണ്ണത്തിന് തരണം. ദാവീദിന് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ ദാവീദും ജോനാഥാനും തമ്മിൽ ഒരു സഖ്യത ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഈ കൂട്ടത്തിൽ പെടുന്നവനാ, പക്ഷെ അവനും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ദാവീദിന്റെ മേൽ ഇതിനേക്കാൾ വലിയ സംഭവം വന്ന് വീഴും. അതുകൊണ്ട് മെഫീബോശേത്തിനെ ദാവീദ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് 7 എണ്ണത്തിന് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ഒന്ന് വായിച്ച വാക്യം. ഞങ്ങൾ അവരെ യഹോവയുടെ വ്രതനായ ശൗലിന്റെ ഗിബെയയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് ദാവീദ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശത്തിനെ ഒഴിച്ചു. അയ്യാവിന്റെ മകൾ രിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെഫീബോശത്തിനെയും ശൗലിന്റെ മകളായ മേരബ് മഹലാത്യ ബർസിലായുടെ മകനായ അദ്രിയേലിനെ പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ച് ഗിബിയോനയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. കൊയ്ത്തുകാലത്തിന്റെ ആദ്യ ദിവസങ്ങളായ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. അത് കഴിഞ്ഞപ്പോൾ ക്ഷാമം തീരുകയാ. ദേശത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, മഴ പെയ്യാൻ തുടങ്ങി. ദൈവം മറന്നു കളയുന്ന ഒരു ദൈവമല്ല കേട്ടോ പ്രതിമക്കളെ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താൽ അത് വരും. ബാധിച്ചത് ശൗല് ചെയ്തപ്പോൾ ബാധിച്ചത് ദാവീദിനെയാണ്. ദാവീദ് ചെയ്തപ്പോൾ ബാധിച്ചത് ഇസ്രായേലിനെയാണ്. 70,000 പേര് അന്ന് അവിടെ വീണു. ദാവീദ് നെടുമ്പാട് വീണു. ഞാനല്ലോ നിന്നോട് പാപം ചെയ്തത്, എന്നോടല്ലേ നീ ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ ആ ദൂതൻ കളത്തിൽ നിൽക്കുകയായിരുന്നു. ഗാദിനെ പിന്നെയും സ്വർഗത്തിൽ ദൈവം അയച്ചു. 70,000 പേര് പെട്ടുപോയ വേദനയിൽ നെടുമ്പാട് വീണ് കിടക്കുന്ന ദാവീദിനോട് പറയിപ്പിച്ചു, അവിടെ ഒരു യാഗപീഠം പണിയുക. സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ. സ്തോത്രം. ദാവീദ് നിലത്തിന്റെ ഉടമസ്ഥനോട് വില കൊടുത്ത സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു യാഗപീഠം പണിതു. യഹോവയ്ക്ക് ഒരു യാഗം നടത്തി. അവസാന വാക്യം 24-ാം അധ്യായത്തിന്റെ അവസാന വാക്യം. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. ആരുടെ പ്രാർത്ഥന കേട്ടു? ദാവീദിന്റെ പ്രാർത്ഥന കേട്ടെന്നാണോ? അല്ല, ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു. ബാധ ഇസ്രായേലിനെ വിട്ട് മാറുകയും ചെയ്തു. എനിക്ക് ശമൂവേൽ പ്രവചനം 1 ശമൂവേലിലേക്ക് ഒന്ന് പോകണമെന്നായിരുന്നു. സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ദൈവം കണക്കിടും. ഈ 2 സംഭവങ്ങളും അതിനെ പരിശുദ്ധാത്മാവ് തെളിയിച്ചു തരികയാണ്. അതുകൊണ്ട് ദൈവസന്നദ്ധയിൽ എന്തെങ്കിലും ഹൃദയം കൊണ്ടായിക്കൊള്ളട്ടെ, അതരം കൊണ്ടായിക്കൊള്ളട്ടെ, വെറുതെ പ്രഖ്യാപിക്കരുത്. പ്രഖ്യാപിച്ച പിടിക്കപ്പെടും. നിന്റെ കാലത്തല്ലെങ്കിൽ മക്കളുടെ കാലത്ത് പിടിക്കപ്പെടും.
ആമേൻ. ഇത് ശൗലിൻ്റെ മകനൊന്നും അല്ല ദാവീദ്, ആണോ? അല്ല. ഒരു രാജാവ് കഴിഞ്ഞ അടുത്തൊരു രാജാവ് വരുമ്പോഴാ. പക്ഷെ ദൈവം രാജ്യത്തിന്മേൽ ദൃഷ്ടി വെച്ചിരിക്കുക. അടുത്തവൻ വന്നപ്പോൾ തെളിയിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒരു കടം കിടക്കുന്നുണ്ട്, തീർക്കണം. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം അത് പൊക്കിയെടുത്ത് നമ്മുടെ മുമ്പിൽ നിരത്തുന്നുണ്ടെങ്കിൽ, ഈ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മനുഷ്യനോട് പറയേണ്ടത് നീ മനുഷ്യനോടും, ദൈവത്തിനോട് പറയേണ്ടത് ദൈവത്തിനോടും പറഞ്ഞ ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് അതിൽ നിന്ന് വിടുതൽ നീ പ്രാപിച്ചിരിക്കണം. ശൗലിന്റെ ഹൃദയ കാഠിന്യം കൊണ്ട് 3 വർഷം ഇസ്രായേൽ മുഴുവനും ക്ഷാമം അനുഭവിക്കുകയാണ്. തുടർന്നുള്ള സകല ജനവും അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയാണ്. ദാവീദിന്റെ അവിവേകം കൊണ്ട് ഇസ്രായേലിൽ 70,000 പേര് മരിച്ചുപോയി. പിന്നെയും ബാധ മാറാതെ അങ്ങനെ നിൽക്കുകയാണ്. ദാവീദിന്റെ കൂടെ നിൽക്കുന്ന പടനായകന്മാർ ബോധ്യപ്പെടുത്തുന്നുണ്ട്, യജമാനെ അരുത്, ചെയ്യരുത്. അവനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യ നാളുകളിൽ അനുഭവങ്ങൾ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഊരിയാവിനെ വാളുകൊണ്ട് വെട്ടി തന്റെ ഭാര്യ ബേത്ശേബയെ തനിക്ക് ഭാര്യയായി എടുത്തു. യഹോവയ്ക്ക് ഇത് അനിഷ്ടമായി തോന്നി. ഗൃഹത്തിനകത്ത് വാള് കടത്തിയ ചരിത്രങ്ങളെല്ലാം കിടക്കുമ്പോഴും ദാവീദ് അതെല്ലാം മറന്ന് പിന്നെയും തനിക്ക് ബോധിച്ച പോലെ ചെയ്യാൻ ശ്രമിച്ചു. ഒരു തവണ നിന്റെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന്റെ കരം മാറ്റിയതാ. പിന്നെയും നിന്റെ ഹൃദയം ദോഷത്തിലേക്ക് പോകരുത്. കൂട്ടുകെട്ട്, ഉപായം, ദോഷം ചിന്തിക്കരുത്. സ്വർഗത്തിലെ ദൈവം ആരുടെയൊക്കെയോ സൗമ്യമായി ഇടപെടുകയാണ്. ഇതും ഓവർടേക്ക് ചെയ്ത് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ്, മനുഷ്യൻ മറക്കും, ദൈവം ഒരിക്കലും മറക്കത്തില്ല. പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. കാലം കഴിഞ്ഞ് ഒത്തിരി ദൂരത്തിലേക്ക് കടന്നു പോയപ്പോൾ ദാവീദൻ സമ്പന്നനായി. ഗിബയോന്യരോട് പറയുന്നത്, പൊന്നു തരാം, വെള്ളി തരാം. ഇല്ല, അതിന് പരിഹാരം വരികയില്ല. കേട്ടോ പ്രിയ മക്കളെ, ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് പരിശുദ്ധ ദൈവം തരികയാണ്. മടങ്ങി വരാം, ദൈവത്തിൽ വിധേയപ്പെടാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ആത്മാവിൽ സ്വർഗത്തിൽ ദൈവം നിറയ്ക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മധ്യ എല്ലാം പ്രവർത്തിക്കണം. എടുക്കുന്ന തീരുമാനത്തിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ദോഷ വഴികളിലേക്ക് ചിന്തിക്കാതെ വണ്ണം കർത്താവിന്റെ വചനപ്രകാരം സഞ്ചരിക്കുവാനും സഹായിക്കണം. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം ദൈവമെടുക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ.